ചെടികളെല്ലാം ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ പയർ ഇട്ടേക്കോ, അവിടെ പയറുണ്ട്, ഇത് കിളിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത പയറുണ്ട്, ഇവിടെയും കിളിച്ചു, അവിടെയും കിളിച്ചിട്ടുണ്ട്. അവിടെ കിളിച്ചില്ല, കിളിക്കാറായിട്ടുണ്ട്. ഇത് അവിടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിന് പടർത്തി വിടാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ഒരു തെങ്ങ് വെക്കുന്നുണ്ട്, ഇത് മാറ്റിയിടാൻ വേണ്ടിയുള്ള. പക്ഷേ ഇവിടെ ഇവിടെയും പയറാണ്, അങ്ങോട്ട് പയർ ആണ്. ഇവിടെ ചിരട്ടയൊക്കെ ഇട്ടിരുന്നു സ്ഥലമായതുകൊണ്ട് നല്ല മണ്ണാണ്. ഇവിടെയൊക്കെ ഇത് വെട്ടേക്കുന്നതാണ് പയർ. പക്ഷേ ഇവിടെ ഒരു ചേന വെട്ടേക്കുന്ന ഇതും ഉണ്ട്. അവിടെയായിരുന്നു അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് നേരത്തെ ഇന്ന്. ഇതാണ് നമ്മുടെ ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. കണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. ഇത്ര ഏരിയ സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. ഇത്ര ഏരിയ സ്വീറ്റ് പൊട്ടാറ്റോ. നമുക്ക് ഈ വഴി പോകാൻ പറ്റും, നോക്കാം. ഇവിടെ കൂടെ ചെറിയൊരു വഴിയുണ്ട്. ഓക്കെ, ഇവിടെ മൊത്തം കപ്പയാണ്. ഇതെല്ലാം കപ്പയാണ്. പക്ഷേ ഇവിടെ ഒത്തിരി കപ്പയുണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു തെങ്ങുണ്ട്. ഇതിനകത്ത് പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം ഇവിടെ. ഈ ചെടിയാണെങ്കിൽ ഈ പയറിനൊക്കെ ആണെങ്കിൽ അത് പിടിച്ചു കയറാൻ വേണ്ടിയുള്ള ഒരു ഇതിന് വേണ്ടി എത്തിക്കുന്നതാണ്. എല്ലാം കപ്പയാണ്. പക്ഷേ ഇത് ചേനയാണ്. ഇവിടെയൊക്കെ ചേന ഇട്ടേക്കുക, ഇത് ചേനയാണ്. ഇവിടെയും ചേന ഇട്ടേക്കുക, അവിടെയൊക്കെ ഇവിടെയൊക്കെ ചേനയാണ്. വേറെ ചേന വേറെ ഇവിടെ ഉണ്ട്. ഇവിടെ മൊത്തം ഇഞ്ചിയാണ്, കിളിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇഞ്ചി. ഇതൊരു ഇഞ്ചിയാണ്. ഇവിടെയൊക്കെ ഇഞ്ചി ഉണ്ട്, കിളിച്ചിട്ടുണ്ട്. കുറേ ഇനിയും കിളിച്ചുണ്ട്. ഇവിടെ വാഴ ഉണ്ട്. ഇത് കുറേ നാളാണ്. ഇത് പുതിയതായിട്ട് കേട്ടതാണ് അവിടെയൊക്കെ നിൽക്കുന്നത്. ഇവിടെ വേറെ വാഴ കുറേ എണ്ണം നിൽക്കുന്നുണ്ട് അവിടെ. ഇനി അടുത്തത് ഇവിടെ എല്ലാം ചേന ഇട്ടേക്കുന്നു. കണ്ട് ഇവിടെയും ചേന ഇട്ടേക്കും. അവിടെ ഒരു വാഴ ഇപ്പുണ്ട്, അവിടെ ഒരു തെങ്ങ് ഇപ്പുണ്ട്. ഇനി ഇങ്ങോട്ട് പോകാം. ഇവിടെ ആണെങ്കിൽ നമ്മുടെ പുളിമഴ നട്ടേക്കുന്നതാണ്. ഇവിടെ അത്യാവശ്യം നല്ല കമ്പൊക്കെ ഉണ്ട്. ഇത് രണ്ടെണ്ണമാണ്. ഇവിടെ ആണെങ്കിൽ ഒരു തെങ്ങ്, അവിടെ ഒരു വാഴ ഇപ്പുണ്ട്. പിന്നെ അവിടെയൊക്കെ ആണെങ്കിൽ പൈനാപ്പിളാണ് നിൽക്കുന്നത്. ഇവിടെ വേറൊരു വെറൈറ്റി പൈനാപ്പിൾ ഇപ്പുണ്ട്, ഒരു പർപ്പിൾ കളറാണ്. അത് വേറെ വെറൈറ്റി. ഇത് മഹാഗണിയാണ്. ഇത് മഹാഗണിയല്ല, ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതിൻ്റെ കമ്പ് ആണെങ്കിൽ ഒരു നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ മറ്റേ കളർ കിട്ടാണ്ട് ഇത് ഇടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കമ്പ് വെച്ച്. ഇവിടെ വേറെ ഒത്തിരി വെപ്പുണ്ട്. ഇവിടെ ഈ വിറകൊക്കെ കിടക്കുന്നത് അതിൻ്റെയാണ്. ഇനി അടുത്തത് ഇനി നമ്മുടെ അടേനിയം കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതൊരു വലിയ തെങ്ങാണ്. സത്യം ഇത് ഇത്ര ഉള്ളപ്പോൾ കായ ഉണ്ടാവേണ്ടതാണ്. ഇത്ര ഉള്ളപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു വാഴ നട്ടിട്ടുണ്ട്. ഇത് മറ്റേ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതൊരു ടൈപ്പ് ബ്ലൂബെറി പോലെ ഇരിക്കുന്ന ഒരു കായ ഉണ്ടാകുന്നതാണ് ഇതിനകത്ത്. ഇവിടെ ആണെങ്കിൽ വേറൊരു മരം നിൽപ്പുണ്ടായിരുന്നു. എന്തുവരുന്ന ആത്തച്ചക്കയോ അങ്ങനെ കണ്ട് ഒന്നും അറിയില്ല. നമുക്ക് ഞാൻ അടുത്തത് അടേനിയം കാണാം. അതിന് മുമ്പേ ഇവിടെ ഒരു പാവലുണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചത് ഒരു പാവൽ. ഇനി ഞാനാണെങ്കിൽ നമ്മുടെ അടേനിയത്തിൻ്റെ അപ്ഡേറ്റ് കാണിച്ചതാണ്. അതിന് മുമ്പേ വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇത് ഞാൻ ബോൺസൈ പോലെ ഇങ്ങനെ നട്ട് വെക്കാൻ വേണ്ടി എടുത്തിരുന്ന പുളിമരമാണ്. ഇതിനകത്ത് ഇതുവരെ നമ്മൾ വെള്ളം നിറച്ചിട്ടില്ല. എന്താ വെച്ചാൽ അവിടെ പൈപ്പിൻ്റെ വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഹോസ് വേണ്ട ആ പൈപ്പിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം അത് ഊരാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പം ഈ കിണറ്റിൽ നിന്ന് വെള്ളം ഇതിലോട്ട് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെയും അവിടെ അടുത്ത് പാടി മുഴുവൻ കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം നിറക്കാൻ പറ്റും. ഒരാഴ്ച എങ്ങാണ്ട് പിടിക്കാൻ തോന്നുന്നു. ഇതിവിടെ ചെറിയ ഇത് ഇതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഇത് എനിക്കത് മുരിങ്ങയ്ക്ക ഉണ്ടാവുന്ന ആ ഒരു
ഇതവിടെ കുഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിനകത്ത് ഇതാണ്ട് ഇത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വലുതിലും വന്നിട്ടില്ല, വലുത് വന്നിട്ടില്ല, ചെറുത്. ഇത് ഞാൻ വിത്ത് നട്ട് മുളപ്പിച്ചാണ് ഗൈസ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിന് മുമ്പ് നട്ടതാണ് ഗൈസ്. ഇത് അടേനിയം, നമ്മുടെ കുഞ്ഞടേനിയം. ഇത് ഇച്ചിരി വലുത് അവിടെ. ഇതൊരു ഇവിടെ ഉള്ളതിൽ വെച്ച് കുറച്ച് വലിയ അടേനിയം തന്നെയാണിത്. വലിപ്പമുണ്ട്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വലിപ്പമുള്ളതാണ്, നല്ല വലുത്. ഇതാണ് ഏറ്റവും കുഞ്ഞ്. ചീര, ഇതൊക്കെ ചീര വെപ്പുണ്ട്. ചീര വെട്ടേക്കുന്നതാണ്. ഇത് ക്യാപ്സിക്കത്തിൻ്റെയാണ്. അപ്പോൾ ഞാൻ വിത്ത് പാകിയതാണ്. ഇത് ക്യാപ്സിക്കമാണ് ഗൈസ്. നമ്മുടെ മിൻറ്റ് ഇതാണ്ട്, മിൻറ്റ് ഇവിടെ കളിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ ലോട്ടസ് എല്ലാം പോയി ഗൈസ്. അത് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇതിനകത്ത് മുഴുവൻ എനിക്ക് തോന്നുന്നു ബട്ടർഫ്ലൈയുടെ മറ്റേ ലാർവ ഇതിനകത്ത് കയറിയതാണ്. ഇത് മുഴുവൻ ഗൈസ്. ഇപ്പം നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൽ ഒന്നും ഉണ്ടാവാറില്ല ഗൈസ്. ഈ ലില്ലിയിൽ നേരത്തെ ഒരു പൂ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ചെറിയ ലില്ലിയ ഗൈസ്. ഇനി നമ്മുടെ ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടേനിയത്തിൻ്റെ വിത്ത്. ഇതിനകത്തിലാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊട്ടും. അതിന് മുമ്പ് ഇത് കെട്ടി വെക്കണം ഗൈസ്. ഗൈസ് നമ്മുടെ സൺഫ്ലവർ സീഡ് മുളപ്പിച്ചതെല്ലാം എനിക്ക് മഴയിൽ അത് പോയി ഗൈസ്. ഞാൻ വെറുതെ ചെറിയൊരു ഇതുപോലെ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇത് എനിക്ക് മാറ്റിയാണുള്ളതാണ്. ഇത് എന്താ വെച്ചാൽ നമ്മുടെ ശംഖുഷ്പമാണ് ഗൈസ്. ഗൈസ് ഇത് നമ്മുടെ കാക്ടസ്. പിന്നെ ആണെങ്കിൽ ഞാൻ 2 വർഷം മുമ്പ് നട്ട ഇത് ലില്ലിയാണ്. ഇതാണെങ്കിൽ ഇപ്പോഴാണ് ഇതിന് പൂവുണ്ടായത്. നേരത്തെ ഒരു വർഷം മുമ്പ് കണ്ട് പൂവുണ്ടായിരുന്നു. പക്ഷേ ആ പൂവ് ആണെങ്കിൽ എന്തോ പറ്റിപ്പോയി. ഇപ്പം പിന്നെ ഒരു പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ വിരിയുമ്പോൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ആ അടേനിയത്തിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ ഇടുന്നതാണ്. ബിക്കോസ് നമ്മുടെ ബൊഗൈൻവില്ലയുടെ അവിടെ ആണെങ്കിൽ ഒരു എലി തുരന്നായിരുന്നു. അപ്പോൾ ഇത് മാറ്റി കേട്ടു. പക്ഷേ ബൊഗൈൻവില്ല പോയി ഗൈസ്. അത് ഉണങ്ങിപ്പോയി. കണ്ടോ, ഇലയെ തൊടുമ്പോഴേ അത് പോകും. കണ്ടോ, ഇലയെ തൊടുമ്പോഴേ അത് പോവാം. കണ്ടോ, അതൊരു എലി തുരന്നിട്ടുണ്ട്. അവിടെ ആലോവേറ, ഇതും ചെടികളാണ് അവിടെ. അവിടെ റോസൊക്കെ വെട്ടിയായിരുന്നു. ഇതിൻ്റെ ഇവിടുന്ന് വെട്ടി. ഇവിടെ വലിയൊരു കമ്പുണ്ടായിരുന്നു. കിളിക്കോടിൻ്റെ അടിയിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിനെ നമ്മൾ ഇണക്കിയെടുത്തായിരുന്നു. പിന്നെ നമ്മൾ ഇതിനകത്ത് തിരിച്ചിട്ടതാണ്. ആ രണ്ടാമതിരിക്കുന്ന ആ ഒരു ബ്ലൂ കളറിൻ്റെ, അത് നമ്മുടെ ബ്ലൂ വീലിൻ്റെ ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതും ബ്ലൂ വീലിൻ്റെ ബ്രദറാണ് ഗൈസ്. ഇത് ഞങ്ങൾക്ക് ഒരു അങ്കിള് തന്ന കിളികളാണ്. നമ്മൾ വേറെ പുതിയത് മേടിച്ചത് അല്ലാതെ നമ്മൾ മേടിച്ചതാണ്. നമ്മൾ ആദ്യം മേടിച്ചത് എല്ലാം വേറൊരു ഇത് തന്നാണ്. അത് ഞാൻ ആ ലൂട്ടിനോയും തന്നെ അവിടെ ഇരിക്കുന്ന ആ 2 എണ്ണം തന്നെ. പിന്നെ അതും നമ്മുടെ ബ്ലൂ വീലും ഇതെല്ലാം ഒരേ ഇതിൽ കിടന്നതാണ്. അപ്പം യേശ് ഇതാണ് നമ്മുടെ അടേനിയം, ഇച്ചിരി വലിയ അടേനിയം. യേശ് ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ലാർജ് അടേനിയം. യേശ് ഇവിടെയൊക്കെ ഇത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അടേനിയം യേശ്. വെട്ടമടിക്കുന്നുണ്ടാകും. ഇത് വലിയ അടേനിയാണ്. നല്ല വലിപ്പം. ഇതിനാണ് ഇപ്പോൾ വിത്തുണ്ടായത്. ഈ ചെടി ഇത് നമ്മുടെ ജാസ്മിൻ എന്ന് പറഞ്ഞ ചെടിയാണ്. പിന്നെ അവിടെ ഓർക്കിഡുകൾ. ഈ ചെടി ആലോവേറ, ഓർക്കിഡ് ഉണ്ട്. ഈ ഓർക്കിഡ് കണ്ടോ, രസം, നല്ല രസമാണ്. ഇപ്പോൾ വേറെ ഓർക്കിഡുകളൊക്കെ ഉണ്ട്. ഈ ചെടി നിങ്ങൾക്ക് മനസ്സിലായോ? ഉണ്ട്. ഞാൻ അവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ വയ്ക്കുന്ന ആ പച്ച കളറിലെ ആ ചെടിയുടെ തൈയാണ്. ആ ചെടിയാണ് ഇതിൻ്റെ തൈയാണ്. ഇപ്പോൾ ആ കരിഞ്ഞ് വയ്ക്കുന്ന കണ്ടോ, ആ ചെടിയുടെ തൈയായിരുന്നു ഇത്. അവിടെ ബാക്കിയുള്ള ചെടികൾ കാണിച്ചു തരാം. ചെടിയുണ്ട്. ഇവിടെ വേറെ ഓർക്കിഡുണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ട്.
ഗൈസ്. പിന്നെ നമ്മുടെ ഓസ്കാർ രണ്ടും വാട്ടർ ക്വാളിറ്റി മോശമായതാണോ അറിയത്തില്ല, രണ്ടും ചത്തുപോയി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ബൈ.